ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായിരുന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ സത്യനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിട്ട്, അതായത് ആ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ സത്യൻ ചോദിക്കുന്നുണ്ട്, മോളെ എൻ്റെ ഭാര്യയും മോളെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നീയും ഞങ്ങൾക്കൊപ്പം ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയല്ലേ കാണുന്നത്, സാറ് എൻ്റെ മകളായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. സാരില്ല, എത്രയും വേഗം നമുക്കതിനെക്കുറിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ അതിലേ വരിക കേട്ടോ. സത്യനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമി സാർ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നിർത്തുക കേട്ടോ. അതും കൂടെ കാണുമ്പോൾ സത്യന് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, കാരണം കയ്യിലിങ്ങനെ പിടിച്ചേക്കുക ഭൂമി. എന്തോ സ്വന്തം മകൾ ശരീരത്തിൽ പിടിക്കുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയാണ് പുള്ളിക്കാരന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും മോളെ നീ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയാം. പിന്നല്ലാതെ അയാൾ പോയ പോക്കണ്ടില്ലേ, അത് ശരിയാ. അങ്ങനെ സത്യന് വീണ്ടും ഭൂമിയോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതനാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത മൊത്തത്തിൽ. അപ്പം പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, ഭാര്യ, അതെ അച്ചുവേട്ടാ, വയ്യെങ്കിൽ നമുക്ക് ഒന്ന് ഭൂമിയെ വിളിച്ചാലോ, അവളെ വിളിച്ച് മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. മിണ്ടാതിരിക്കുന്നുണ്ടോടി നീ അങ്ങോട്ട്, ഭൂമി ഏത് നേരം നോക്കിയാലും എന്താവശ്യം വന്നാലും അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ നിനക്ക് ആവശ്യം? എന്താ അച്ചുവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അപ്പോൾ അവളെ വിളിച്ച് ചോദിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റുണ്ട് എന്നും ഭൂമി നമ്മുടെ കൂടെ കാണുമെന്നാണോ നിൻ്റെ വിചാരം? അതെന്താ അച്ചുവേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞ അച്യുതൻ അങ്ങ് സമാധാനം ഇല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, എന്താ സത്യം പറ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, കുറച്ച് നാളായില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന്. അപ്പം അച്യുതൻ പറയാണ്, എന്തെങ്കിലും ഒരു ദിവസം അവൾ നമ്മളെ വിട്ട് പോകൂടി, അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. അങ്ങനെയൊന്നും വരില്ല അച്ചുവേട്ടാ, അവളെ ഇത്ര 10-22 വർഷം കൊണ്ട് അവൾ അച്ഛനും അമ്മയ്ക്കും ആരും ഇന്നും വരെ അന്വേഷിച്ച് വന്നിട്ടില്ല. പിന്നെ അല്ലേ ഇനി വരാൻ പോകുന്നത്, ഒന്നും മിണ്ടാതിരുന്നേ. അവൾ നമ്മളെ വിട്ട് കൊടുക്കുകയില്ല, നമ്മളെ വിടുന്ന അവൾ വിട്ട് പോകത്തുമില്ല. അങ്ങനെയല്ല, ഏകദേശം അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ, അച്യുതൻ കണ്ടോ, അതാരാ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുക കേട്ടോ. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, എടി ആരെയും കണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അച്യുതൻ എന്നോടുകൂടി പറ. അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ എല്ലാം തുറന്ന് പറയാം. പക്ഷേ എന്തായാലും അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതോടുകൂടി അവരുടെ സമനില തെറ്റിയിട്ടോ, അവർ സങ്കടവും കരച്ചിലും ഒക്കെ ആയി, ഭൂമി നമ്മളെ വിട്ടു പോവോ, ഭൂമി എനിക്കിത് സഹിക്കാനാവണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അച്യുതൻ പറയാണ്, നീ സങ്കടപ്പെടാതെ, അവൾ അങ്ങനെയൊന്നും പോകത്തില്ല, നമ്മൾ അവളെ വിട്ടു കൊടുക്കത്തില്ല. ഞാനാണ് അവളുടെ അച്ഛൻ, എന്നെ അല്ലാതെ ഇനി ഒരു അച്ഛനും അവൾക്ക് വേണ്ട. നീ സമാധാനിച്ച് ചെല്ല്, ഭൂമിയെ വിളിക്കുക ഫോണിൽ, എന്നിട്ട് എൻ്റെ വേദനയ്ക്കുള്ള മരുന്ന് എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്തേന് സൗഭാഗ്യപുരത്താണെങ്കിൽ അവർ സൗഭാഗ്യ മാഡം എവിടേക്കോ പോകാനായിട്ട് തയ്യാറെടുക്കണം. സംഗീതയും ഭവാനിയൊക്കെ അടുത്തേക്ക് വിളിക്കാൻ കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കിലും കാര്യങ്ങളിലും ഓരോന്നും ശരിയാക്കണമല്ലോ. ഇതിനിടയ്ക്കായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും കുടുംബക്ഷേത്രത്തിൽ പോകാനും ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ സംഗീതയൊക്കെ കൂട്ടി അവർ യാത്ര ഇറങ്ങാൻ പോവാണ്. ആ സമയത്ത് ഭവാനിയോട് പറയുവാണ്, ഭവാനി നീയേ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഭൂമിയെ വിളിക്കുക കേട്ടോ. ഭൂമിയോട് ഒന്നിവിടം വരെ വരാൻ പറയണം, അവളോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടെന്ന്. അങ്ങനെ ഭൂമിയെ വിളിക്കുകയാണ്. മോളെ, ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? പിന്നെ മുത്തശ്ശി എനിക്ക് മനസ്സിലാവാണ്ടിരിക്കുമോ? ആരെ മറന്നാലും ഞാൻ മുത്തശ്ശിയെ മറക്കില്ല. മോൾ എന്തായാലും സൗഭാഗ്യപുരത്തേക്ക് ഇന്നൊന്ന് വരണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്നാൽ ശരി, ഞാൻ വന്നോളാം മുത്തശ്ശി എന്ന് പറയാട്ടോ. അത് ഭവാനിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഭവാനി പറയണ്ട, ഭവാനി ഇന്ന് എന്തായാലും ഭൂമി ഇങ്ങോട്ട് വരും, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും അവളോട് ഇവിടെ ഇരിക്കാൻ പറയണേ, നീ അവളെ നേരച്ചവൻ നോക്കിക്കൊള്ളണേ. അതിനെന്താ അമ്മേ, അമ്മ പൊക്കോ, ഞാൻ ചെയ്തൊക്കെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു വിടുക കേട്ടോ. കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ ഭൂമി വണ്ടിയിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ സൗഭാഗ്യപുരത്ത്. അന്നേരം ഈ ഭവാനിക്ക് മനസ്സിലായല്ലോ അച്യുതൻ്റെ മോളാണ് ഇതെന്ന് അറിയാമല്ലോ. അപ്പം ഇത് ശരിക്കും പിന്നെ സത്യൻ്റെ മകളാണ്, അഭിരാമിയാണെന്നും മനസ്സിലായി. അപ്പം ഇവളെങ്ങനെയെങ്കിലും കൊല്ലണം, കാരണം ഇനി ഈ കുടുംബത്തിൽ കയറി വരാൻ പാടില്ല, ഇതാണല്ലോ അവരുടെ ലക്ഷ്യം. വന്ന പാടെ ഇവർ വിചാരിക്കുന്നുണ്ട്, വരട്ടെ, നിന്നെ ഇനി ഇവിടുന്ന് തിരിച്ചു പോകാത്ത രീതിയിൽ ഞാൻ ആക്കിത്തരാം എന്നും പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറുക കേട്ടോ. സിങ്കിൻ്റെ സൈഡിലിരിക്കുന്ന പ്ലഗിൽ ഒരു കറണ്ടൊക്കെ കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് കറണ്ട് കടത്തി വിടുവാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഭൂമി കയറി വരുമ്പോൾ വലിയ കാര്യത്തിൽ സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുക കേട്ടോ. ഭൂമി വന്നേ, ഇവിടെ അമ്മ എന്നാലും ഒന്നുമില്ല, നിനക്ക് എന്താ വീട്ടിൽ വിശേഷം, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, അമ്മയുണ്ട് അച്ഛനുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. നീ ഒറ്റ മോളാണോ, അത് എങ്ങനെ വിശേഷങ്ങളൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് പറയാം. ഇവിടെ അമ്മ തൽക്കാലം ഇല്ല, വരുന്നത് വരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യാവോ? ചെയ്യാം, അതിനെന്താ. അതിന് മുമ്പേ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്, എനിക്കൊന്ന് ഇത്തിരി കഴുകി വെച്ച് തരാമോ എന്ന് ചോദിക്കാം കേട്ടോ. ഭൂമി പറയണ്ട, അതിനെന്താ, ഞാൻ കഴുകി വെച്ച് തരാമല്ലോ എന്ന്.
അങ്ങനെ ഇവളെ അകത്തേക്ക് കയറ്റി വിടുകയാണ് ഈ ഭവാനി. അവിടെ ചെന്ന് പാത്രം കഴുകാമെന്നും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് സിങ്ക് തുറന്നിടുക കേട്ടോ വെള്ളം. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിക്കൊരു ഫോൺ വരികയാണ്. അപ്പോൾ അത് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഭൂമിയെ കാണുന്നില്ലല്ലോ, അവൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ലേ, അവളെ ഷോക്ക് അടിച്ചില്ലേ എന്നും പറഞ്ഞ് ഭവാനി വന്ന് നോക്കുകയാണ്. ഭവാനി വരുമ്പോഴത്തേക്കും അടുക്കളയിൽ അവളെ കാണുന്നില്ല. സിങ്കിൽ വെള്ളം തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. സിങ്കിൻ്റെ അടുത്തായിട്ട് കൈ ഇങ്ങനെ വെച്ചേക്കുക അവർ. ഈ സിങ്കിൽ വെള്ളം നിറഞ്ഞ് പൊങ്ങി വന്നിട്ട് ഇവരുടെ കയ്യിലേക്ക് ആ വെള്ളം തട്ടുക കേട്ടോ. അന്നേരം തന്നെ നമ്മുടെ ഭവാനിക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിക്ക് വെച്ച ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അതോടുകൂടി അവിടെ നിന്ന് വിറയലോട് വിറയൽ അയ്യോ അയ്യോ എന്ന് വിളിച്ചും കൊണ്ട് അവിടെ പുറത്ത് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഭൂമി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി വരുക കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും, ഷോക്ക് അടിച്ച് നിൽക്കുമല്ലേ. അവിടെ ഒരു മോപ്പ് ഇരിപ്പുണ്ടായിരുന്നു, തറയൊക്കെ തുടങ്ങുന്നത്. അതിൻ്റെ ആ കമ്പ് എടുത്തുകൊണ്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി കൊണ്ട് തെറിച്ച് വീഴാണ് ഭവാനി. അതോടുകൂടി ഭവാനിയുടെ ആ കറണ്ട് പിടുത്തമൊക്കെ മാറിയിട്ടുണ്ട്. പതിയെ താങ്ങിയെടുത്ത് പുറത്ത് കൊണ്ടുവരുവാണ്. എന്നിട്ട് ഭൂമി ചോദിക്കാണ്ട് അയ്യോ എന്തേലും പറ്റിയോ, നമുക്ക് ആശുപത്രി പോകണ്ടേ, ഏയ് വേണ്ട വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുക കേട്ടോ. അപ്പം അവർക്കാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. അവളെ കൊല്ലാൻ വേണ്ടി വെച്ചത് തനിക്ക് എന്നെ കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അങ്ങനെ ഭൂമി കുറേ സമയമൊക്കെ ഇരുന്നിട്ട് തിരിച്ച് പോവാട്ടോ. ഈ സമയത്ത് പോയിട്ടുള്ള സൗഭാഗ്യയും മറ്റ് സംഗീതയും വർമ്മയൊക്കെ തിരിച്ച് വരുവാട്ടോ. അവർ വരുമ്പോൾ തന്നെ രാത്രിയായി. ഭൂമി വന്നിട്ട് ഒത്തിരി നേരം കാത്തിരുന്നിട്ട് അവൾ തിരിച്ചു പോയി എന്ന് ഭവാനി പറയാൻ കേട്ടോ. അപ്പോൾ ഭവാനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചതൊന്നും ഭവാനി പറയുന്നേ ഇല്ല. എന്ത് പറ്റി, നിനക്കൊരു ക്ഷീണം പോലെ, വയ്യായികയുണ്ടോ, ചെറിയ തലവേദനയുണ്ട്, കൈ ചെറുതായിട്ട് അങ്ങനെയൊക്കെ പറയണുള്ളൂ, ഷോക്ക് അടിച്ചൊന്നും ഒന്നും മിണ്ടുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഭൂമി വന്ന് ഇത്രയും നേരം ഇരുന്നു. എന്താ അമ്മ ലേറ്റായത്? അത് ഞങ്ങൾ പോയെടുത്ത് നേരെ മൂന്നാറിലേക്ക് പോയി. അവിടെയാണല്ലോ സത്യൻ്റെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളില്ലേ, സത്യൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാതായ ആ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മളൊന്ന് പോയി അതിൻ്റെ അടുത്ത് 1-2 പേരെടുത്ത് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് നേരം മുതൽ നമ്മുടെ ഭവാനി ആകെ ടെൻഷനായി കേട്ടോ. കാരണം ഭവാനിക്ക് വെപ്രാളമായി. ഇനി എന്തെങ്കിലും അറിയോ, ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? അപ്പോൾ സംഗീതയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെയുള്ള ആരോടും എന്താ അന്വേഷിച്ചെന്ന് പറഞ്ഞില്ലേ, അത് എന്തായി, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, അവരൊക്കെ വയസ്സായില്ലേ, വർഷങ്ങളായില്ലേ, അവർക്ക് എന്നെ അന്നത്തെ കാര്യങ്ങൾ പലതും ഓർമ്മയില്ല. അപ്പം തന്നെ ഭവാനിക്ക് ഒരുവിധ സമാധാനമായി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭൂമി അന്ന് കോഫി ഷോപ്പൊന്നും അടച്ചിട്ടില്ല കേട്ടോ. രാത്രി 11 മണി വരെയെങ്കിലും ഇരിക്കണം, കാരണം അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം വേണമല്ലോ. അങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് എപ്പിസോഡ് എഡിറ്റഡ് എപ്പിസോഡ്